السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم على نبينا محمد وعلى آله وصحبه أجمعين. أما بعد فاتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന നല്ലവരായ വിശ്വാസികളിൽ അള്ളാഹുവെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. കഴിഞ്ഞ ഖുതുബയിൽ നാം കേൾക്കുകയുണ്ടായ പ്രവാചക ജീവിതത്തിലെ ഒരു ഭർത്താവ് എന്ന നിലയിൽ പ്രവാചകൻ സൂക്ഷിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം 6 കാര്യങ്ങളാണ് നാം കേൾക്കുകയുണ്ടായത്. ഇന്നത്തെ ഖുതുബയും ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലൂടെയാണ് നാം കേൾക്കുകയുണ്ടായത്. ഈ ഒരു വിഷയം, വൈവാഹിക ജീവിതം എന്ന വിഷയത്തിൻ്റെ ഗൗരവം അത്രത്തോളം ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ ഖുതുബയിലും ഇന്നത്തെ ഖുതുബയിലും ഇവിടുത്തെ മതകാര്യ വകുപ്പിൻ്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം ഈ വിഷയം നിരന്തരമായി ചർച്ച ചെയ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ വൈവാഹിക ജീവിതമെന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള, പ്രത്യേക അമാനത്തായി അള്ളാഹു നിശ്ചയിച്ചു തന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കുന്ന പുരുഷന്മാരോടായിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. കാരണം ഫൈന്നകും അഖദ്തുമൂഹുന്ന ബി അമാനത്തില്ലാഹ്, നിങ്ങൾ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് ഇണയായി നിങ്ങൾ സ്വീകരിച്ചത് അള്ളാഹുവിൻ്റെ അമാനത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ്. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, അവരുടെ ഗുഹ്യാവയവം നിങ്ങൾക്ക് ഹലാലായത്, നിങ്ങൾക്ക് അനുവദനീയമായത് അള്ളാഹുവിൻ്റെ കലിമത്ത് ബികലിമത്തില്ല, അള്ളാഹുവിൻ്റെ കലിമത്ത് മുൻനിർത്തിക്കൊണ്ടാണ്. ഈ ഒരു ഹദീസിൽ മാത്രം എത്രത്തോളം പരിശുദ്ധമാണ് വൈവാഹിക ജീവിതമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്തേത്, ഇന്ന് നമ്മുടെ പുതിയ തലമുറയിലെ ആൺകുട്ടികളും പെൺകുട്ടികളും യുവാക്കളും യുവതികളും അവർ പലപ്പോഴും വിവാഹത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയ ഒരു പ്രശ്നമാണ്. അത് ഒരു പ്രശ്നം. രണ്ടാമത്തേതിന് തയ്യാറായാൽ തന്നെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള കൽപ്പനകളും അതേപോലെ ഇസ്ലാം കൽപ്പിക്കുന്ന നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടല്ല അതിൻ്റെ 1 മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി അതൊക്കെ കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞാലും വിവാഹം നടന്നാലും വൈവാഹിക ജീവിതത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പാലിക്കപ്പെടുന്നില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇവിടെയൊക്കെ ഇസ്ലാം എന്താണ് ഈ മേഖലയിൽ പറയുന്നത്, ഈ വിഷയവുമായി പറയുന്ന നിർദ്ദേശങ്ങൾ എന്താണ് എന്ന് പഠിച്ചു മനസ്സിലാക്കി അത് നമ്മൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളുടെ ജീവിതത്തിലും നാം നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ ഇന്ന് ഖുതുബയിൽ നാം ആദ്യമായി കേട്ട പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത്, അവിടെ വിവാഹത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത് വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ എന്നാണ്. അള്ളാഹു പ്രയോഗിക്കുന്ന പ്രയോഗം വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ഇണയെ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത്, നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തന്നത് വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് എന്നാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ മുഫസ്സിരിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹു ആയാത്ത് എന്ന പ്രയോഗം പരിശുദ്ധ ഖുർആനിൽ എവിടെയാണ് അള്ളാഹു പ്രയോഗിച്ചത്?
നമുക്ക് കാണാം ആകാശത്തെക്കുറിച്ച് പറയുമ്പോൾ, ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ, ഖുർആനിനെ കുറിച്ച് പറയുമ്പോൾ, അങ്ങനെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ചും അതേപോലെ അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനിനെ കുറിച്ചും ആ ഖുർആനിൻ്റെ ആയാത്തുകളെ കുറിച്ച് പറയുമ്പോഴാണ് ഈ പ്രയോഗം അള്ളാഹു പ്രയോഗിച്ചത്. അപ്പോൾ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു ആയാത്തിഹി എന്ന ആ പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം പരിശുദ്ധമാണ്, അല്ലെങ്കിൽ എത്രമാത്രം ഗൗരവമുള്ളതാണ് വൈവാഹിക ജീവിതമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. മാത്രമല്ല അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വീണ്ടും പറയുന്നു, വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു കരാറാണ്. ആ കരാറിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് മീസാഖൻ ഗലീദ, നല്ല ഗലീലായ പരുക്കനായ അല്ലെങ്കിൽ ശക്തമായ ഒരു കരാറ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വളരെ ശക്തമായ ഒരു കരാറാണ് വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെറുതെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെയല്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇന്ന് നിശ്ചയിച്ച ഇത്ര ഒരു നല്ല ജോലിയായി, അല്ലെങ്കിൽ നല്ലൊരു ശമ്പളം കിട്ടി തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഇത്ര സമ്പത്ത് ബാങ്ക് ബാലൻസ് ആയി കഴിഞ്ഞാൽ നടത്തേണ്ട ഒന്നല്ല വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ മീസാഖൻ ഗലീദ, നല്ല ശക്തമായ ഒരു കരാറാണ് വിവാഹ ജീവിതം എന്ന് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പക്ഷെ ഇന്ന് വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു കളിതമാശയാണ്. അല്ലെങ്കിൽ വിവാഹ ജീവിതം കഴിഞ്ഞാലും ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ട്രെൻഡുകൾക്കനുസരിച്ചാണ് നല്ലതും ചീത്തതുമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡായി കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു ഭർത്താവ് എങ്ങനെയാകണമെന്ന് സോഷ്യൽ മീഡിയയാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഭാര്യ എങ്ങനെയാകണമെന്ന് സോഷ്യൽ മീഡിയയാണ് തീരുമാനിക്കുന്നത്. ചില സ്വഭാവങ്ങൾ, ചില രീതികളൊക്കെ അത് ഇൻസ്റ്റഗ്രാം പോലെയുള്ള, ഫേസ്ബുക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ തീരുമാനിക്കുന്നു. ഇത് വായിക്കുന്നതും ഇത് കേൾക്കുന്നതുമായ യുവാക്കളും യുവതികളും അവർ വിചാരിക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല എൻ്റെ ഭർത്താവ്, അല്ലെ? ചില റെഡ് ഫ്ലാഗ് എന്ന ഒരു പ്രയോഗം ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ കേട്ടിട്ടുണ്ടാകും. റെഡ് ഫ്ലാഗ്, ഗ്രീൻ ഫ്ലാഗ് എന്ന പ്രയോഗങ്ങൾ. അഥവാ റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ചില സ്വഭാവങ്ങൾ അതുണ്ടെങ്കിൽ ആ ഭർത്താവ് മോശമായ ഭർത്താവാണ്, അല്ലെങ്കിൽ അത് ഒരു ഭർത്താവിൽ ഉണ്ടാകാൻ പാടില്ലാത്ത സ്വഭാവങ്ങളാണ് റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ. ഗ്രീൻ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിൽ ഉണ്ടാകേണ്ട സ്വഭാവങ്ങൾ. വല്ലാതെ ട്രെൻഡിങ് ആയി നടക്കുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം കാര്യമാണ്. അപ്പൊ ഇത് കാണുന്ന ആളുകൾ ചിന്തിക്കണം, എന്താണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനൊന്നുമല്ല, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇങ്ങനെയല്ല, ഈ സ്വഭാവങ്ങളൊന്നും എൻ്റെ ഭാര്യയിലില്ല. യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ ഇസ്ലാമിന്റെ കൽപ്പനകളിലേക്ക് മടങ്ങണം എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും, വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരോടും പ്രവേശിക്കാനിരിക്കുന്നവരോടും എല്ലാവരോടും പറയാനുള്ളത് അതാണ്. ഇസ്ലാമിന്റെ കൽപ്പനകളിലേക്ക് നമ്മൾ മടങ്ങുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ഇന്ന് ഖത്തീബ് പറഞ്ഞു. ഇന്ന് ഏറ്റവും കൂടുതൽ ത്വലാഖ്, വിവാഹ വിച്ഛേദനം ശക്തമായി കൊണ്ടിരിക്കുന്ന, വളരെയധികം അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലും അവിടെ അത് വളരെ ശക്തമാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അതിന് നേരത്തെ പറഞ്ഞ അതേ കാരണമാണ്. ഇസ്ലാമിന്റെ കൽപ്പനകൾ നമ്മൾ പാലിക്കുന്നില്ല. എന്താണ് ഇസ്ലാമിന്റെ കൽപ്പന? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്ത്രീയെ കല്യാണം അന്വേഷിക്കുന്ന സമയത്ത് പാലിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഒരു പിതാവ് തന്റെ മകൾക്ക് ഒരു ഇണയെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു പിതാവ് പാലിക്കേണ്ട മര്യാദ, ഇത് രണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആദ്യം നബി തങ്ങൾ പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബ, ഒരു പെണ്ണ് കല്യാണം കഴിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിക്കാഹ് ചെയ്യപ്പെടുന്നത് 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ലിമാലിഹ വലിഹസബിഹ വലിജമാലിഹ വലിദീനിഹ, അവളുടെ സമ്പത്ത്, അല്ലെങ്കിൽ അവളുടെ കുടുംബം, അല്ലെങ്കിൽ അവളുടെ ഭംഗി, അവളുടെ ദീൻ, ഈ 4 കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരിക്കും കല്യാണങ്ങൾ നടക്കുന്നത്. പക്ഷേ ഫദ്ഫർ ബിദാത്തി ദീൻ, ദീനുള്ള ഒരാൾക്ക് നീ മുൻഗണന നൽകണം, പ്രാധാന്യം നൽകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ എത്ര ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വിവാഹങ്ങളിൽ ഇത് എത്രത്തോളം പാലിക്കപ്പെടുന്നുണ്ട്? ഈ ദീന് അല്ലാത്ത ബാക്കി 3 കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞാലാകും അതിന്റെ ശരി. ഭംഗി, സമ്പത്ത്, കുടുംബം, ഇതിന് 3നും വലിയ പ്രാധാന്യമാണ്. ദീനിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ദീനിന് പലപ്പോഴും പ്രാധാന്യം നൽകുന്നില്ല. ഇനി നൽകുകയാണെങ്കിൽ തന്നെ ഏറ്റവും അവസാനം ഈ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ പിന്നെ 4ാമതാണ് ദീനിന് ഒരു പ്രാധാന്യമായി നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി അതിനെ കാണുക. ഇനി ഒരു പെൺമക്കളുള്ള ഉപ്പമാരോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വ ഖുലുഖഹു, നിങ്ങൾക്ക് ഒരു കല്യാണാലോചന, നിങ്ങളുടെ മകൾക്ക് ഒരു കല്യാണാലോചന വരുന്നു. ആ ആലോചന വരുന്ന സമയത്ത്
ആരാണോ വരനായി വരുന്നത് അവന്റെ ദീൻ അതേപോലെ തന്നെ സ്വഭാവം നിങ്ങൾക്ക് തൃപ്തികരമായ അവസ്ഥയിലാണെങ്കിൽ ഫസവ്വിജൂഹു, നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എത്രത്തോളം ഇത് നമ്മുടെ നാട്ടിൽ ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും ജോലി, സ്റ്റാറ്റസുകൾ, പോസ്റ്റുകൾ, സാലറി, അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് നോക്കുന്നത്. അതൊന്നും നോക്കണ്ട എന്ന് ഇസ്ലാം എവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ അത് നോക്കുകയും ദീനിന് ഒരു പ്രാധാന്യം നൽകുന്നില്ല. ദീനിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളില്ല. 5 വക്ത് പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുന്ന ആളാണോ, ഫജ്റിന് പള്ളിയിലേക്ക് പോകാറുണ്ടോ, താടിയുണ്ടോ, ഡ്രസ്സിന്റെ അവസ്ഥ എന്താ, അങ്ങനെയുള്ള ദീനിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ആ കല്യാണ ജീവിതത്തിൽ, വൈവാഹിക ജീവിതത്തിൽ ബറക്കത്തും ഖൈറും ഉണ്ടാകുന്നത് എന്ന് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, പരസ്പരമുള്ള ബാധ്യതകൾ തിരിച്ചറിയുന്നില്ല. ഭാര്യക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടുമുള്ള ബാധ്യതകൾ തിരിച്ചറിയണം. ഭാര്യ ഭർത്താവിനോട് മാത്രമല്ല, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് മാത്രമല്ല ഇസ്ലാമിൽ ബാധ്യതകളുള്ളത്. പരസ്പരം കൈമാറേണ്ട ബാധ്യതകൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്നലക്കും അലാ നിസാഇക്കും ഹഖ്ക, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്. നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളോട് ചില ബാധ്യതകളുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോടായിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾക്കും ചില ബാധ്യതകളുണ്ട്. പരസ്പരം നിങ്ങൾക്ക് ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നിങ്ങൾ പാലിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ വൈവാഹിക ജീവിതത്തെ ഒരു സാലിഹത്തായ ഒരു ഭാര്യ ഒരാൾക്ക് ലഭിക്കുന്നതിന് റസൂലുള്ളാഹി തങ്ങൾ ഉപമിച്ചത് ഹദീസുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മിൻ സആദത്തി ഇബ്നു ആദമ സലാസത്തുൻ, അല്ലെങ്കിൽ മിൻ സആദത്തി റജുലി ഫിദ്ദുനിയ സലാസത്തുൻ, ഒരു മനുഷ്യന് ദുനിയാവിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ 3 എണ്ണമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കാര്യങ്ങളാണ് ഒരു ദുനിയാവിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ. എന്താണ് അതിലൊന്ന്? അൽ മർഅത്തു സാലിഹ. ഒന്നാമത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഒരു സാലിഹത്തായ ഒരു ഭാര്യ, ഒരു പെണ്ണ് നിന്റെ ഭാര്യയായി ഉണ്ടെങ്കിൽ അത് നിന്റെ സൗഭാഗ്യമാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ എണ്ണുകയാണ്. രണ്ടാമത്തത് വൽ മസ്കനു സാലിഹ്, ഒരു നല്ല താമസിക്കാനുള്ള ഇടം, അല്ലെങ്കിൽ വൽ മർക്കബു സാലിഹ്, അതേപോലെ 3 യാത്ര ചെയ്യാൻ സൗകര്യമുള്ള ഒരു വാഹനം. ഇത് 3 ഉണ്ടെങ്കിൽ സആദത്തി ദുനിയ എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, അതേപോലെ തന്നെ വമിൻ ശഖ്വതി ഇബ്നു ആദം, ഷഖാവത്തി ഇബ്നു ആദം, സൗഭാഗ്യം അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ദൗർഭാഗ്യത്തിൽപ്പെട്ടതാണ് അൽ മർഅത്തു സൂ, ഒരു മോശമായ ഒരു പെണ്ണ്, സാലിഹത്തല്ലാത്ത ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അത് നിന്റെ ദുനിയാവിലെ ദൗർഭാഗ്യമായിരിക്കും. എത്ര സമ്പത്തുണ്ടായിട്ടും, എത്ര സാലറി ഉണ്ടായിട്ടും, എത്ര വലിയ പോസ്റ്റിലായിട്ടും കാര്യമില്ല, എത്ര സൗകര്യങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല. ദുനിയാവിലെ ജീവിതം അത് ദൗർഭാഗ്യകരമായിരിക്കും. പുറത്ത് കാണിക്കാനൊക്കെ പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ജീവിതം എന്ന് പറയുന്നത് അത് പലപ്പോഴും ദൗർഭാഗ്യത്തിലായിരിക്കും. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നാലാമത്തേത്, പല കാര്യങ്ങളും അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. നമ്മൾ പഠിച്ചു മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മൾ കേട്ട കാര്യങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ നാം കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ മനോഹരമായ ചില ഉദാഹരണങ്ങൾ നാം കേൾക്കുകയുണ്ടായി. അപ്പൊ അത് ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റുകളും അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെ പരസ്പരം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഇന്ന് നാം ഖുതുബയിൽ കേൾക്കുകയുണ്ടായി. നബി തങ്ങൾ പറഞ്ഞു, ലാ യഫ്റുഖു മുഅ്മിനും മുഅ്മിന, ഒരു മുഅ്മിനായ മനുഷ്യൻ, മുഅ്മിനായ പുരുഷൻ മുഅ്മിനത്തായ തന്റെ ഭാര്യയോട് ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല. ഒരു വെറുപ്പ് മനസ്സിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ചെറിയതാവട്ടെ വലിയതാവട്ടെ എന്ത് കാര്യങ്ങൾക്കും പരസ്പരം വെറുപ്പ് ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ, എന്താണ്, ഒരു സ്വഭാവം വെറുക്കാൻ കാരണമായി, ഒരു സ്വഭാവം കാരണം ഭാര്യയെ വെറുക്കാൻ സാധ്യതയുള്ള ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ റളിയ മിൻഹാ ആഖർ, തൃപ്തിപ്പെടാനുള്ള വേറെ സ്വഭാവങ്ങൾ ഉണ്ടാകും. അത് കാരണം തൃപ്തിപ്പെടണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ ത്വലാഖ് എന്ന് പറയുന്നത്, വിവാഹ വിച്ഛേദനം എന്ന് പറയുന്നത് ഇസ്ലാം ഹലാലാക്കിയ കാര്യമാണ്. അത് പ്രത്യേക സാഹചര്യങ്ങളിൽ അതിന്റെ കാരണങ്ങൾ ഒത്തുവന്നാൽ അവിടെ മസ്അലകളും ചർച്ചകളൊക്കെ വേറെയുണ്ട്. പക്ഷേ അതൊരു കളി തമാശയല്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടന്നുകൊള്ളണമെന്നില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് പരസ്പരം സഹകരിച്ചുകൊണ്ടായിരിക്കണം വിവാഹ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബാധ്യതകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ നമ്മുടെ സ്വഭാവം നമ്മൾ നന്നാക്കുക. പരസ്പരം ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടുമുള്ള പെരുമാറ്റങ്ങൾ നന്നാക്കുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി. വളരെ മനോഹരമായ ഒരു ഹദീസാണ്, നമ്മൾ പലപ്പോഴും കേൾക്കാൻ സാധ്യതയുള്ള ഒരു ഹദീസ്. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ്? ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളുടെ വീട്ടുകാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ്. നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമാണ് നമ്മൾ വീട്ടിലേക്ക് പോയാൽ. അപ്പോൾ നമുക്ക് നല്ല ഗുഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് നമ്മുടെ ഭാര്യയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയും ഉമ്മയും എല്ലാവരും ഇതിൽ പെടുന്നുണ്ട് എന്നുള്ളതാണ് ഉലമാക്കൾ പറയുന്നത്. ഏതായാലും ഇവിടെ വിഷയവുമായി ബന്ധപ്പെടുമ്പോൾ ഭാര്യ നല്ലതാണോ ചീത്തതാണോ, നമ്മുടെ സ്വഭാവം എന്താണ് എന്ന് നാട്ടുകാർ മാത്രമല്ല, നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമാണ്, ഭാര്യയ്ക്ക് വളരെ മോശം അഭിപ്രായമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമൻ, ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളുടെ വീട്ടുകാരോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ്. വാന ഖൈറുക്കും ലി അഹ്ലി. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറയല്ല, നിങ്ങൾ അങ്ങനെ ആകണമെന്ന് പറയല്ല. നബി തങ്ങൾ വാന ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടുകാരോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവൻ ഞാനാണ്. പ്രവാചകൻ ഉദാഹരണം കാണിച്ചു തരികയാണ്. ഇതേപോലെ ഉദാഹരണങ്ങളാകാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഇവിടെ പഠിപ്പിച്ചു തരുന്നത്. ഇവിടെ നമ്മൾ ഏഴാമതായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, സഹോദരന്മാരെ, മറ്റുള്ളവരുടെ ത്വലാഖിന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിവാഹ ജീവിതം മോശമാകാൻ ഏതെങ്കിലും കാരണത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ അതിന് കാരണക്കാരാവുകയാണെങ്കിൽ വലിയ അപകടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടങ്ങളിലൊക്കെ അത്തരത്തിലുള്ള റീലുകൾ ഷെയർ ചെയ്യുക, അത്തരത്തിലുള്ള വ്ളോഗുകൾ ഷെയർ ചെയ്യുക, അത് പലപ്പോഴും അങ്ങനെയുള്ള ചെറിയ ചില ഫിത്നകൾ ഉണ്ടാക്കുക ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ. ഇസ്ലാം വളരെ മോശമായി പഠിപ്പിച്ച ഒരു കാര്യമാണ് എന്ന് ഖത്തീബ് പ്രത്യേകം പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ലൈസ മിന്ന മൻ ഖബ്ബബ ഇംറഅതൻ അലാ സൗജിഹാ. ഒരു ഭാര്യയോട് ഭർത്താവിനെ കുറിച്ച് മോശമായി പറയുന്ന ഒരാൾ, അവൻ ലൈസ മിന്ന, നമ്മളിൽ പെട്ടവനല്ല. മോശമാക്കുന്ന എന്തെങ്കിലും മോശം, നിന്റെ ഭർത്താവ് അങ്ങനെയാണോ, അല്ലെങ്കിൽ നിന്റെ ഭാര്യ അങ്ങനെയാണോ, എന്നാൽ അങ്ങനെയല്ല, ഇങ്ങനെയാണ് എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഫിത്തനയുണ്ടാക്കുന്ന ആളുകൾ, ഏതെങ്കിലും രൂപത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, ഇതിനൊക്കെ ഞാൻ ഉദാഹരണങ്ങൾ പറയണമെന്നില്ല. നമുക്ക് മുമ്പിൽ തന്നെ നമ്മൾ വായിക്കുന്ന കേൾക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ നമ്മളിൽ പെട്ടവനല്ല, അതല്ലെങ്കിൽ അവന്റെ ഈമാൻ പരിപൂർണമായിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാർ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിമനോഹരമായ ഒരു പ്രാർത്ഥന നമുക്ക് കാണാം. ദുനിയാവിന്റെയും അതേപോലെ ആഖിറത്തിലെയും എല്ലാ കാര്യങ്ങളും സുഗമമായി നടക്കാൻ. അതാണ് രണ്ടാമത്തെ ഖുതുബയിൽ നാം കേട്ട മനോഹരമായ ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി വഅസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹാ മആശി വഅസ്ലിഹ് ലി ആഖിറതി അല്ലതി ഇലൈഹാ മആദി എന്ന പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥന. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ അധികരിപ്പിക്കുക. അല്ലാഹു റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅയുനിൻ എന്ന പ്രാർത്ഥന, അല്ലെ, വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആളുകൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത് എന്ന് ഉലമാക്കൾ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താണ്? ഒരു ഭാര്യ സ്വാലിഹത്തല്ലെങ്കിൽ സ്വാലിഹത്തല്ലാത്ത ഒരു ഭാര്യയെ സ്വാലിഹത്താക്കി മാറ്റാൻ ശക്തിയുള്ള പ്രാർത്ഥനയാണിത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഉലമാക്കൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, മക്കൾ അവർ സ്വാലിഹായ മക്കളല്ല എങ്കിൽ മക്കളെ സ്വാലിഹീങ്ങളാക്കാൻ ശക്തിയുള്ള പ്രാർത്ഥനയാണിത് എന്ന് പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവാചകന്റെ കുടുംബജീവിതം കൃത്യമായി നമ്മൾ പഠിക്കുക. പ്രവാചക ചരിത്രം പഠിക്കണം, പ്രവാചകന് ഭാര്യമാരോടുണ്ടായിരുന്ന ഇടപെടലുകൾ പഠിക്കണം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد والحمد لله رب العالمين.